ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസ്സി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡ് ചെറുവിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടക്കം തന്നെ കാണാൻ പറ്റുന്നത് വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ശ്രീജയും വിഷുവും ഒന്ന് സമാധാനപ്പെടുത്താണ്. നീ അത് വിട്ടേക്ക്, കാര്യമാക്കേണ്ട. ഏതായാലും വേദയുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഒന്നുമല്ലല്ലോ നിന്നോട് അങ്ങനെയൊന്നും പെരുമാറിയത്. അവളുടെ നാത്തോണില്ലേ, അതുകൊണ്ട് നീ അത് കാര്യമാക്കേണ്ട. ഇപ്പോൾ ഒന്നുമല്ലേ വേദയുടെ കുടുംബമായിട്ട് നമ്മുടെ വീട്ടുകാരൊന്നും അടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന് നീ പറയാൻ പോയിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാവണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീജ പറയണേ, ഇല്ല വിശ്വേട്ട, ഞാൻ ആരോടൊന്നും പറയാനൊന്നും പോകുന്നില്ല, കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി, അത്ര മാത്രമെന്ന് പറയുന്നുണ്ട്. നീ അവളോട് അടുപ്പമൊന്നും കാണിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ട് വിഷുമോളെ സമാധാനപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശങ്കരൻ നാരായണൻ വന്നിട്ട് വീട്ടിലിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഭാര്യ അങ്ങോട്ട് വന്നിട്ട്, എന്താ ശങ്കരേട്ട ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പറയണം. എന്താണ് സങ്കല്പിക്കാൻ പറ്റാത്ത പല വിഷയങ്ങളല്ലേ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയണം. എന്ത് സങ്കല്പിക്കാൻ പറ്റാത്തത്? ഇതൊക്കെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു നടക്കുമെന്നും അതുകൊണ്ട് തന്നെയാണല്ലോ ഇതിനുള്ള തീരുമാനങ്ങളെല്ലാം അമ്മ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നും വൈഫ് പറയുന്നുണ്ട്. എല്ലാം മാറും, എല്ലാം ശരിയാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ശങ്കരൻ പറയണം, അദ്ദേഹം ശരിക്കും നല്ലൊരു മനുഷ്യൻ തന്നെയാണ്, വിക്രമിൻ്റെ അച്ഛനെന്ന് പറയുന്നുണ്ട്. അത് ശരി തന്നെയാണ്. ഒന്നില്ലെങ്കിലും ദേശീയ അവാർഡ് വാങ്ങിച്ച അധ്യാപകനല്ലേ അദ്ദേഹം. അതിൻ്റെ ഗുണം എന്തായാലും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ വിക്രം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് വീണ്ടും ശങ്കരൻ പറയുമ്പോൾ, അത് ചിലപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കാം. ഒരിക്കലും വിക്രമിന് യാതൊരുവിധ മോശമുള്ള ഒരു പ്രവൃത്തിയും ഇല്ല. എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ടായിരിക്കും അവൻ അങ്ങനെ തെറ്റുകാരനായി മാറിയതും. അതും നമ്മുടെ വേദ മാറ്റിയെടുക്കും, അതെല്ലാം ശരിയാകുമെന്നും പറയുന്നുണ്ട്. പിന്നീട് വേദ വക്കീലിൻ്റെ പ്രാക്ടീസ് വീണ്ടും തുടങ്ങുകയാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശങ്കരൻ വളരെ സന്തോഷിക്കുന്നുണ്ട്. ആദ്യമോ ആരുടെ കീഴിലാണെന്ന് പറയുമ്പോൾ അതൊന്നും അറിയില്ല, എന്തായാലും തുടങ്ങാൻ പോവുകയാണെന്ന് മാത്രം അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമ്മുടെ ശങ്കരൻ വളരെ സന്തോഷിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദ വിക്രമിൻ്റെ റൂമിലേക്ക് പോവുകയാണ്, അതായത് വിക്രം ഇരിക്കുന്ന റൂമിലേക്ക് പോവുകയാണ്. ഈ ഒരു ടൈമിൽ വിക്രം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വിക്രം വളരെയധികം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ രാവിലെ ചോദിച്ച ചോദ്യത്തിന് നീ എന്താണ് നല്ലൊരു മറുപടി തന്നില്ലല്ലോ എന്ന് പറയണം. ഞാൻ മറുപടി തന്നല്ലോ എന്ന് വീണ്ടും പറയുന്നുണ്ട് വേദ. അല്ല വേദേ, എൻ്റെ കൂടെ നീരൊക്കെ ജീവിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. മാത്രമല്ല എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്നുമില്ല നീ എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് എനിക്കറിയാം. ഒരു സമരം പോലെ നീ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ കൂടെ ജീവിക്കണം എന്നിട്ട് ഇത്രയും വാശി പിടിക്കുന്നത് എന്തിനാണ്? നിൻ്റെ ജീവിതം കൂടെ നശിച്ചു പോവുകയുള്ളൂ. നിനക്ക് നല്ലൊരു കുടുംബമുണ്ട്, നല്ല എന്താ പറയുക വിദ്യാഭ്യാസമുണ്ട്, അതോടൊപ്പം തന്നെ നല്ല മാന്യമായ ജീവിതവുമാണ് നിനക്കിവിടെ കിട്ടുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾക്കില്ലേ, നിങ്ങളും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതല്ലേ, നിങ്ങളുടെ വീട്ടുകാരെന്താ മോശക്കാരാണോ? അവരും വളരെ നല്ല മനുഷ്യന്മാർ തന്നെയാണ്, എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്കും ഉണ്ട്. പക്ഷെ നിങ്ങളാണ് ചളിക്കുഴിയിൽ പോയി വീട് കിടക്കുന്നത്. അത് എന്തിൻ്റെ ആവശ്യത്തിനാണ്? നിങ്ങൾക്ക് എന്ത് കടപ്പാടാണ് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസിനോട് ഉള്ളതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് പക്ഷേ തുറന്നു പറയാൻ പറ്റുന്നുമില്ല. എനിക്കത് വന്ന ദിവസം തന്നെ മനസ്സിലായതാണ്. നിങ്ങൾക്ക് നല്ലൊരു ലിസണറെ ആവശ്യമാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ എന്നോട് തുറന്ന് പറയാവുന്നതാണ്. അത് കേൾക്കാൻ ഞാൻ എപ്പോഴും തയ്യാറുമാണ്. നിങ്ങൾക്ക് ഏതായാലും നിങ്ങളുടെ അച്ഛനേക്കാളും സ്നേഹമൊന്നും അല്ലല്ലോ ശ്രീനിവാസൻ സാറോട് പറയുന്നുണ്ട്. അച്ഛനോട് സ്നേഹമില്ല എന്നാണോ നീ പറയുമ്പോൾ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഇത് പ്രകടിപ്പിക്കുക കൂടെ വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശേഷം നമുക്ക് ഏതായാലും കിടക്കാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ കിടക്കാമെന്ന് പറഞ്ഞിട്ട് വിക്രം പറയുന്നുണ്ട്. ശേഷം വിക്രം പറയാണ്, ശരി ഞാൻ താഴെ കിടന്നോളാം, നീ മേലെ കിടന്നു പറയാണ്. എന്താണ് എൻ്റെ വീടായതുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റായിട്ട് സംസാരിക്കുന്നത്? നിങ്ങൾ സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരുത്തേണ്ട കാര്യമില്ല. പിന്നെ എന്നെ വേദാന്ന് വിളിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വേതാളം വെട്ടുപോത്ത് എന്നൊക്കെ വിളിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നിങ്ങൾ അങ്ങനെയൊക്കെ വിളിച്ചാൽ മതി. പിന്നെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എന്നോട് നിങ്ങൾ എപ്പോഴും പെരുമാറുന്ന പോലെ പെരുമാറിയാൽ മതി. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് കുറച്ച് പതുക്കെ സംസാരിച്ചാൽ മതിയെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് വിക്രം ചിരിക്കുന്നുണ്ട്. ശേഷം രണ്ടാളും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ പൂജ മുറിയിൽ വന്നിട്ട് വിക്രമും വേദയും കൂടെ ഇങ്ങനെ തിരികെ കൊളുത്തുന്നുണ്ട്. ആ ഒരു ടൈമിൽ രണ്ട് അച്ഛമ്മമാരും കൂടെ പറയാണ്, ഏതായാലും ഈ ഒരു ചടങ്ങ് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ മക്കളിൽ നല്ല മാറ്റമുണ്ട്, പരസ്പരം സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് അച്ഛമ്മമാർ പറയുന്നുണ്ട്. ശേഷം പറയാണ്, ഇനി ഏതായാലും ഞങ്ങൾക്ക് രണ്ട് പേരക്കുട്ടികളോട് തന്നാൽ വളരെയധികം സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് ഏതായാലും ഇരട്ടക്കുട്ടികളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രമിൻ്റെ അച്ഛമ്മ പറയുന്നുണ്ട്, പേരക്കുട്ടികൾ കൂടെ വന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവരെയും കൂടെ ഉൾപ്പെടുത്തി വീഡിയോ എടുക്കാമെന്ന് പറയാണ്. ഈ ഒരു ടൈമിൽ വേദ പറയാണ്, എന്താ അച്ഛമ്മ വെറുതെ മനുഷ്യനെ കളിയാക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നുണ്ട്.
ശേഷം പത്മം വരുന്നത് കേട്ടോ. വരൂ എല്ലാവരും വരും, നമുക്ക് ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ പോകാമെന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാവരും കഴിക്കാൻ പോകുന്ന ടൈമിൽ വർഷയുടെ റൂമിൽ നിന്ന് ഒരേ ബഹളമായിരിക്കും കേട്ടോ. അവിടെ അവർ രണ്ടാളും, അതായത് ശ്രീകാന്തും വർഷയും കൂടെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്നില്ല, ഞാൻ നോക്കിയതാന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ടൈമിൽ പത്മ അങ്ങോട്ട് വന്നിട്ട് എന്താ വർഷയെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ ഇന്നലെ വേദയ്ക്ക് കൊടുക്കാൻ വെച്ച സ്വർണം മുത്തശ്ശി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതായിരുന്നു എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് ഞാനത് എടുത്ത് വെക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അത് നോക്കുമ്പോൾ അതിൽ 4 വള കുറവ് എന്ന് പറയുന്നുണ്ട്. 4 വള കുറവെന്ന് എന്താ പറയുന്നതെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞ് നമ്മളതിൽ ഉത്തരവാദിത്വം ഉണ്ടാവണമല്ലോ. ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എടുക്കുമ്പോൾ അതിൽ കാണുന്നില്ല. എനിക്കറിയില്ല, ഇവിടെ വന്നവരാരോ ആണ് അത് എടുത്തിരിക്കുന്നത് തോന്നുന്നത് പറയണം. അപ്പോൾ ഈ ഒരു ടൈമിൽ വേദ പറയുന്നുണ്ട്, എന്തിനെ വർഷിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നത്, ഇവിടെ അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് എടുത്തിട്ട് പോകാൻ പറ്റി ആരും തന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നന്ദിനി റൂമിൽ നിന്ന് വെളിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ബാഗും പരിശോധിക്കാം, ഞാനും എടുത്തിട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയാണ്, ഈ വീട്ടിൽ ആരും എടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നന്ദിനി എടുത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ശേഷം വീണ്ടും ശ്രീകാന്തും വർഷയും കൂടെ വന്നവരാരും എടുത്തു എന്ന രീതിക്ക് തന്നെ പല സംസാരങ്ങളും നടക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ വിക്രമിന് ദേഷ്യം വരികയാണ്. വിക്രം വന്നിട്ട് ശ്രീകാന്തിൻ്റെ ഷട്ടിൽ കയറി പിടിക്കുന്നുണ്ട്. അനാവശ്യം പറയരുത്, നിങ്ങൾ ഞങ്ങളെ മാത്രം സംശയിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളിപ്പോഴും ഇവിടെ തന്നെയുണ്ടല്ലോ, നിങ്ങൾ ആരെയാണ് കറക്റ്റായിട്ട് കൂടെ പറയുന്നു പറഞ്ഞിട്ട് വിക്രൻ വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ശങ്കരൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശങ്കരൻ പറയാണ്, നീ അപ്പോൾ ആരെ സംശയിക്കുന്നതെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ശ്രീകാന്തിനോട്. ശ്രീകാന്ത് ആരെയും ആവാലോ, പോലീസിനെ വിളിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ അച്ഛമ്മ പറയാണ്, ഇവിടെ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, എല്ലാം എനിക്കറിയാമെന്ന് പറയണം. അപ്പോൾ നമ്മുടെ വിക്രം വന്നിട്ട് അച്ഛമ്മയോട് വളരെ ദേഷ്യപ്പെടുന്നുണ്ട്. അച്ഛമ്മ കാരണം ഇത്രയധികം പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ നോക്ക്, നമ്മുടെ വീട്ടുകാരെല്ലാവരും സംശയത്തിന് മുൾമുനയിലായി. ഇങ്ങനൊരു ചടങ്ങും കാര്യങ്ങളും വേണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് അച്ഛമ്മയോട് അന്നേ പറഞ്ഞതല്ലേ, പക്ഷെ അച്ഛമ്മ കേട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മതിയടാ, എല്ലാം ശരിയാകും. ആ സ്വർണം എവിടെയുള്ളൂ എന്ന് എനിക്കറിയാം, ഞാനാണത് അവിടെ വെച്ചിട്ടുള്ളത്, ആ ചട്ടിയുടെ അകത്തുണ്ടെന്ന് പറയണം. സംശയമുള്ളവർക്ക് പോയി നോക്കാമെന്നും പറയുന്നുണ്ട്. പത്മ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ 4 സ്വർണ്ണവള കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് വെച്ചത് ഞാനാണെന്ന് പറയാണ്. ഞാനോ? അപ്പോൾ ഈ നന്ദിനി വന്ന് ചോദിക്കുകയാണ്, അച്ഛമ്മ ഇതിനെ റൂമിൽ ഇടുന്ന സ്വർണ്ണം ഇവിടെ വന്ന് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ നല്ലൊരു അടി നന്ദിനിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, അത് ആ റൂമിൽ നിന്നല്ല എനിക്ക് കിട്ടിയത്, നിൻ്റെ മുറിയിൽ നിന്നാണ് കിട്ടിയത്, അതായത് നിൻ്റെ കയ്യിൽ നിന്നല്ല, ശ്രീജയുടെ ബാഗിൽ നിന്നാണ് കിട്ടിയത്. അതായത് സുധാകരൻ സാറും ഭാര്യ കമലയും ശ്രീജയും പോകുന്നതിന് മുമ്പ് വർഷയും നന്ദിനിയും കൂടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ അച്ഛമ്മ കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛമ്മ അത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്ദിനിയോട് വർഷ ആ സ്വർണം ശ്രീജയുടെ ബാഗിൽ കൊണ്ട് വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപ്രകാരം നന്ദിനി ശ്രീജയുടെ ബാഗിൽ കൊണ്ട് ആ സ്വർണം വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അച്ഛമ്മ ആ സ്വർണം എടുത്തു മാറ്റിയിരിക്കുകയായിരുന്നു കേട്ടോ സംഭവം. ശേഷം ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഇതെല്ലാം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് മുത്തശ്ശിയുടെ ഫോണിൽ ആധാരമായിട്ടുണ്ട്. ശേഷം നന്ദിനി അവരോട് എല്ലാവരോടായിട്ടും പറയാണ്, നിങ്ങൾ ആരും സംശയിക്കേണ്ട കാര്യമില്ല, അത് സത്യമായ കാര്യമാണ്, അത് ഞാൻ റെക്കോർഡും ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. അത് കേട്ട് എല്ലാവരും ആകെ ഷോക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.